ജാതിയും മതവും കൊണ്ട് ആരുടെയും വയറ് നിറയും. വർഗീയത പ്രചരിപ്പിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങിത്തിരിക്കാം എന്ന് പറയും. ആരൊക്കെയാണ്? മനുഷ്യനെ വീട്ടിൽ കയറ്റാതെ പട്ടി അഴിച്ചു വിടുന്ന DGPയുടെ മനസ്സിൽ വീട്ടിൻ്റെ അടുത്ത് ചെന്നാൽ പട്ടി അഴിച്ചു വിടും. ഏത് അകത്ത് 12 പോലീസുകാർ അകത്ത് കയറിയാൽ ഇവരൊക്കെ ജീവിതത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു. ഇവർക്ക് എന്ത് സേവനം നമുക്ക് ചെയ്യാനാണ്? ജോലി ചോദിച്ചണെങ്കിൽ പട്ടി എത്തി കിടന്നാൽ ആര് പോകും? ഇവരാരും പോകുമോ? ഞാൻ ഒന്നും പറയുന്നതല്ല, ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ഞാൻ സത്യമല്ലേ പറയുന്നത്. 12 പോലീസുകാരെ കാവലിട്ട് ഈച്ച പോലും വീടിൻ്റെ ഉള്ളിൽ കയറുമെന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോഴെന്ത് താഴോട്ട് വന്നിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ സന്തോഷമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പലപ്പോഴും പല മഹാന്മാരെയും ജനങ്ങളുടെ നടുക്കോട്ട് ഇറക്കിക്കൊണ്ടിരുന്നു. ഒരു ശിക്ഷ കൂടിയാണ് ചിലരുടെ ജീവിതത്തിൽ മനുഷ്യനെ ബന്ധപ്പെടാതെ, മനുഷ്യനെ കണ്ടാൽ ചിരിക്കാതെ, മനുഷ്യനെ കണ്ടാൽ മാറ്റി നിർത്തുന്ന, മനുഷ്യർ സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആളുകളെ ഇങ്ങനെയുള്ള വേഷം കെട്ടി ഇറക്കുന്നത് ഒരു ദൈവത്തിന്റെ പ്രതികാരം, ഒരു ദൈവത്തിന്റെ പ്രതികാരമായി ഞാൻ കാണുകയാണ്. അവർക്കും വരേണ്ടി വന്നല്ലോ എന്നെ ഒന്ന് സഹായിക്കും. ഒന്നുമില്ലേലും DGP ഇറങ്ങി നമ്മളെ ഒന്ന് സഹായിക്കണം, വോട്ട് തരണം എന്ന് പറയുന്ന കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടാക്കി തന്നതിൽ നന്ദിയുണ്ട്. ഏതായാലും അതൊക്കെ കാണുന്ന പല തമാശകളും തെരഞ്ഞെടുപ്പ് കാലത്ത് കാണാം.